വീണ്ടും ചോദിക്കുന്നു, എനക്കറിയില്ല. നിങ്ങൾ രണ്ട് ചിരി അല്ലേ, രണ്ട് ചിരി. അത് കഴിഞ്ഞു. പിന്നെന്താ പറയുന്നത്? ഗവർണർ എന്തോ ഒരു പരാതി കൊടുത്തിട്ട് അൻവറിന്റെ പേര്, ഏത് ഫോണേ. ഇതൊക്കെ കേട്ട് ഞാനിങ്ങനെ മുട്ടുംകാല് വിറച്ചിട്ട് ഞാൻ അവിടുന്ന് തടിയെടുക്കുന്ന മുമ്പ് വിചാരിച്ചു, ഞാൻ ഏത് വാപ്പാന്റെ മോനാ എവിടുന്നാ വരുന്നതെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലായോ? ഞാനൊരു മലപ്പുറത്തുകാരനാണ് നിങ്ങൾ പൂർണ്ണമായി വിചാരിക്കണ്ടേ. ഞാൻ പകുതി കോഴിക്കോടാ, എൻ്റെ ഉമ്മ ചെറുവാടിയാ, കൊളക്കാടനാണ് എൻ്റെ ഒരു ഭാഗം രക്തം, ഒരു ഭാഗം മൊത്തം വീട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ ഇന്ന് ഹിന്ദുവിനാണ് മുപ്പത് കൊടുക്കുന്നത്. ഇതിലപ്പുറം തെളിവ് ഞാൻ എന്താ വേണ്ടത് സഹോദരന്മാരെ? ഒരു കോമൺ സെൻസ്. ഇത് എങ്ങോട്ടുള്ള റിപ്പോർട്ടാണ്, എങ്ങോട്ടുള്ള പത്രവാർത്തയാണ്. അപ്പൊ എനിക്ക് പ്രിയപ്പെട്ട ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന സഖാക്കളോട് പറയാനുള്ളത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയതാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ഇവിടെ ഈ വിഷയങ്ങളൊന്നും തെളിയില്ല. കാരണം എന്താ? ഒന്നും തെളിയില്ല. ഈ നെക്സസ്, ഞാൻ പറയുന്ന നെക്സസ് ഉണ്ടല്ലോ, അതാണ് ഇതിന്റെ മുഴുവൻ കാരണം. നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. നാം വിളിക്കുന്ന പാർട്ടിക്ക് സിന്ദാബാദ് വിളിക്കുന്ന നേതാക്കന്മാർ, നിങ്ങൾ സത്യസന്ധമായ ഒരു കേസിൽ ഇടപെട്ടിട്ട് നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഇതൊരു നെക്സസിന്റെ ഭാഗമാണ്. ഇപ്പൊ ഈ കോഴിക്കോട് അങ്ങാടിയിൽ 2 or 3 കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്താ കേസ്? സാമ്പത്തിക തർക്കം. അപ്പൊ ഇങ്ങനെ നമ്മുടെ സഖാക്കൾ വഴി അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴി വരും. ഒരു കേസ് വളരെ പ്രമാദമായ കേസാണ്. ആളെ പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 10-20 ഷോപ്പുള്ള, ടെക്സ്റ്റൈൽ ഷോപ്പുള്ള ഒരു വ്യക്തി മാനേജറെ പാർട്ട്ണറാക്കി വെക്കുന്നു. പണം മുടക്കിയവൻ നാട് മുഴുവൻ നടന്ന് സാധനങ്ങൾ വാങ്ങുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. നാട്ടിൽ വരും, പിന്നെ ഓടും. ഗുജറാത്ത്, രാജസ്ഥാൻ, ഡൽഹി, ചൈന, ഇങ്ങനെ പോകുമ്പോൾ ചില കച്ചവടത്തിലൊക്കെ ഒരു ഷെയർ കൊടുത്തിരുന്നു, 5%, 10%. അവിചാരിതമായി മേശവലിപ്പിൽ നിന്ന് ഇതിൻ്റെ ഉടമസ്ഥൻ ഒരു കമ്പനിയുടെ ട്രാൻസ്ഫർ, ഒരു കച്ചവട സ്ഥാപനത്തിൻ്റെ 50% ട്രാൻസ്ഫർ ചെയ്തതായിട്ട് കാണുകയാണ്. നോക്കുമ്പം ഉടമസ്ഥന്റെ കള്ളൊപ്പാണ്. ROC അന്വേഷിച്ചപ്പം ഇത് മാത്രമല്ല, 5-6 കമ്പനി മാറ്റിയാണ് കള്ളൊപ്പിട്ടിട്ട്. ഇത് പരാതിയാവുന്നു, പോലീസിനെ പോകുന്നു. പോലീസ് അന്വേഷണം എവിടെ എത്തുന്നില്ല. അങ്ങനെ ഇതിൽ മഞ്ചേരിയിൽ ഉള്ളൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നു. ഇങ്ങനെയാണ് വിഷയങ്ങൾ പറയുന്ന ഡോക്യുമെന്റ്സ് വരുന്നു. നമ്മളത് വക്കീലിനെ കൊടുത്ത് പരിശോധിക്കാൻ ഏർപ്പാട് ചെയ്ത് പരിശോധിച്ചപ്പോൾ വക്കീൽ പറഞ്ഞു, എന്നോടൊക്കെ അത് ശരിയാണ്, ഇത് മുഴുവൻ ബോഗസ് ഡോക്യുമെന്റാണ്. ഞാൻ പറഞ്ഞു, ഞാനൊരു കത്ത് തരാം, മോഹനൻ മാഷെ പോയി കാണണം. അപ്പൊ എന്നോട് പറഞ്ഞു, മോഹനൻ മാഷത്ത് നിങ്ങളും കൂടെ ഒന്ന് വരണം, ഇത് അത്രയും സീരിയസ് ആണ്, പോലീസ് നീങ്ങുന്നില്ല, ഞങ്ങളെ കൊടുക്കാനാണ് ശ്രമം. അങ്ങനെ മോഹനൻ മാഷെടുത്ത് വന്നു, ഞാനും വന്നു. മോഹനൻ മാഷ് പഠിച്ച പഠി ഈ സത്യത്തിനൊപ്പം നിന്നുകൊണ്ട് അനങ്ങിയില്ല. അപ്പോ അവസാനം ഈ വ്യക്തി എന്നോട് പറയാണ്, ഇത് തിരുവനന്തപുരത്താണ്, പി ശശി ഇതിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളൊരു വിവരമാണ് പോലീസ് ഓഫീസർമാർ പറഞ്ഞത്. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്തുള്ള ദിവസം ഈ വ്യക്തിയോട് അങ്ങോട്ട് വരാൻ പറയുന്നു. പി ശശിയെ കാണുന്നു, കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഞാൻ പി ശശിയുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ സ്നേഹത്തോട് പറഞ്ഞു, ശശിയേട്ടാ, ഇവർക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട്, നിങ്ങൾ ഇടപെട്ടിട്ടാണ് പോലീസ് ഈ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് എന്ന് ഇവർക്ക് പോലീസുകാരിൽ നിന്ന് അങ്ങനെ കിട്ടിയ വിവരമുണ്ട്. അദ്ദേഹം തരിശന്റെ മുഖത്തേക്ക് കുറച്ചേരം നോക്കി. എന്താണ് MLA, നമ്മൾ നീതിയുടെ ഒപ്പല്ലേ നിൽക്കൊള്ളുന്നു, അതോടെ പറയുന്നതാണ്. അപ്പൊ പുള്ളി പറഞ്ഞു, നിങ്ങൾക്ക് നീതി കിട്ടും. ആ വ്യക്തി മടങ്ങിപ്പോന്നു. വല്ലതും നടന്നോ? ഒന്നും നടന്നില്ല. അവസാനം ഹൈക്കോടതിയെ സമീപിച്ചു, അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇപ്പം ഈ ഡോക്യുമെന്റ് ഉണ്ടാക്കിയവൻ ഇപ്പോഴും ജയിലിലാണ്. കഴിഞ്ഞ ആഴ്ച മറ്റൊരു കേസിൽ, ഇതേപോലത്തെ ഒരു കേസിൽ ഇവിടെ റിമാൻഡിൽ കിടക്കുകയാണ്. ഇന്നത് ജാമ്യം കിട്ടിയെന്ന് എനിക്കറിയില്ല.
പരിപൂർണമായ അനീതി. ഇവിടെ കുറെ കച്ചവടക്കാരും വ്യാപാരികളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ ഒരു ധാരണ ഉണ്ടാവും, എൻ്റെ പൈസ മുടക്കിയ കട, എൻ്റെ ഷോപ്പ് എൻ്റെതല്ലേ, ആരാ കൊണ്ട് കയറാന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അങ്ങനെയൊന്നും തോന്നിയിട്ട് ഒരു കാര്യമില്ല. ഒരു സ്റ്റാമ്പ് പേപ്പർ വാങ്ങി നിങ്ങളുടെ കള്ള ഒപ്പിട്ട് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി ഇതിന്റെ 50% ഷെയർ ട്രാൻസ്ഫർ നടന്നിരിക്കണമെന്ന് പറഞ്ഞ എഴുത്തു ഒരു ധാരണ ഉണ്ടാക്കി അത് പോലീസ് നിങ്ങളെന്താ വിചാരിക്കുക? നിന്റെ പിടിയില്ലേ, അത് കള്ളക്കടലാസല്ലേ, ഞാനതിൽ ഒപ്പിട്ടിട്ടില്ലല്ലോ, എനിക്കൊരു പൈസയും കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ എന്ത് പ്രശ്നം എന്നാണ് മനുഷ്യർ ധരിക്കുക. അതാണ് നീതി, അതാണ് നിയമം. പക്ഷേ അതിന് നേരെ വിപരീതമായി കേരളത്തിൽ ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുക. നല്ലോണം കരുതിക്കോ നിങ്ങളൊക്കെ. ഈ രീതിയിൽ കാര്യങ്ങൾ പോവാണ്. പൂരം കലക്കിക്കാൻ അതിന് സംവിധാനമുണ്ടാക്കി കൊടുത്ത് കേരളത്തിലെ ജനങ്ങൾ മാറ്റി നിർത്തുന്ന വർഗീയതക്ക് കടന്നു വരാൻ വഴിയൊരുക്കി കൊടുത്തു. ആര്? ഇതിനാരാ ഉത്തരം പറയേണ്ടത്? ഉത്തരം പറയുന്നവർ ഉത്തരം മുട്ടിക്കുകയാണ്, കൊഞ്ഞനം കാട്ടുകയാണ്. ഈ രീതി തുടർന്നാൽ ഈ നാട് എവിടെ എത്തും? നമുക്കൊരു എതിരാളി അവനൊരു ഫാസിസ്റ്റാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാം. നമ്മുടെ രക്ഷകൻ എന്ന് കരുതുന്നവന് നമ്മളോടൊപ്പം നിൽക്കുമ്പോ വീടിനകത്ത് ഒരു പൊട്ടക്കിണർ കുഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആരും വീണുപോകും. അതാണ് അവസ്ഥ. ആ അവസ്ഥാവിശേഷമാണ് ഈ കഴിഞ്ഞ 3-4 വർഷമായിട്ടുള്ളത്, 1.5 വർഷമായിട്ടുള്ളത്. ആ ദുരന്തമാണ് ഈ മാമി കേസും അനുഭവിക്കുന്നത്. അപ്പോ ഏറ്റവും ചുരുങ്ങിയത് ഈ മാമി കേസിൽ ഈ കുടുംബം ആവശ്യപ്പെട്ട ആ കേസ് അന്വേഷിച്ച വിക്രം ആ ഉദ്യോഗസ്ഥന് അഡീഷണൽ ചാർജ് കൊടുത്തുകൊണ്ട് ഈ കേസ് അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ 1 ഇഞ്ച് പുറകോട്ട് പോകാൻ ആക്ഷൻ കമ്മിറ്റിക്കോ കുടുംബത്തിനോ ഈ നാട്ടുകാർക്കോ സാധിക്കില്ല. ആ വിഷയത്തിൽ ഇനിയൊരു പോരാട്ടം നടത്തേണ്ടി വന്നാൽ എനിക്കെന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട്, കോഴിക്കോട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങൾ അതിന് സഹകരിക്കണം. എന്ത് മുടക്കാണ് ഗവൺമെന്റ് ഇതിനുള്ളത്? ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത ഉദ്യോഗസ്ഥരെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. NIA അടക്കം വർക്ക് ചെയ്ത് രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിയ ഏറ്റവും നല്ല ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിന്റെ ചുമതല ഏൽപ്പിക്കണമെന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുടുംബവും ഈ ജനവും ആവശ്യപ്പെടുന്നത്. എന്റെ മുമ്പിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് DGP ഈ പറയുന്ന കൊടുത്ത കത്തിന്റെ മുകളിൽ DGPക്ക് റെക്കമെൻഡ് ചെയ്ത് ദിവസത്രയും 15 ദിവസത്തോളായി. എന്താ മുടക്ക്? ഒരു മുടക്കില്ല. ഒരു കടലാസിൽ ഒപ്പിട്ടാൽ മതി. എന്താ സുഹൃത്തുക്കളെ ഒപ്പിടാത്തത്? എന്താണിത് പ്രതിപക്ഷത്തിന് പറഞ്ഞിട്ടുണ്ടാവാത്തത്? നിങ്ങൾ വിശ്വസിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ ഇവിടെ ഉണ്ടല്ലോ. എന്തേ ആണത്തോടുകൂടി പറയാത്തത്, ഇടപെടാത്തത്? അവിടെയാണ് വിഷയം, അവിടെയാണ് നെക്സസ്. അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഈ ദുരന്തം കടന്നു വരുന്നതിന്റെ രൂപം എങ്ങനെയാണെന്നറിയോ? ഞാൻ മനസ്സിലാക്കിയത്, കുരാക്കൂരി ഇരുട്ടാണ് ഭൂമിയിൽ, അവിടെ ഒരു കറുത്ത പാറ, ആ കറുത്ത പാറയിൽ ഒരു കറുത്ത ഉറുമ്പ് മെല്ലെ 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 എഴിഞ്ഞു വന്നാൽ ആ പാറപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യനത് കാണാൻ സാധിക്കുമോ? അങ്ങനെ ആ കറുത്തിരുമ്പ് കരാള ഹസ്തം പോലെ ഈ സംസ്ഥാനത്തെ വളഞ്ഞു പിടിക്കുന്നുണ്ട്. അതും ഈ നെക്സസിന്റെ ഭാഗമാണ്. അപ്പൊ ഒന്ന് ചിന്തിക്കുക, ഒന്ന് ആലോചിക്കുക. നമ്മൾ ഓരോരുത്തരും കഴിക്കുന്നത് ഭക്ഷണം തന്നെയാണല്ലോ. ഇത്രയേ ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഇതൊരു രാഷ്ട്രീയ വിശദീകരണ യോഗമല്ലാത്തതുകൊണ്ട് ഒരു രാഷ്ട്രീയ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, അത് ശരിയുമല്ല.
ഇവിടെ ആക്ഷൻ കൗൺസിൽ വിളിച്ച യോഗത്തിൽ നിങ്ങളെ കണ്ട് 2 വാക്ക് സംസാരിക്കുക എന്ന സതുദ്ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ മാമി വിഷയത്തിലും പാനൂരിൽ ആശർ വിഷയത്തിലും ശക്തമായ നിലപാടെടുത്ത് നമ്മൾ മുന്നോട്ട് പോകാൻ പോവാണ്. ആ കുടുംബത്തിന് നീതി കിട്ടേണ്ട ഒരു പാവപ്പെട്ട കുടുംബം, ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ കുട്ടി ആ കുടുംബത്തിനുണ്ടായിരുന്ന അത്താണ് ഇപ്പോഴും ആ കുടുംബത്തെ ഉപദ്രവിക്കുന്നു. ടൗണിൽ ഓട്ടോറിക്ഷ നിർത്തി അദ്ദേഹം ഒന്ന് ചായ കുടിക്കാൻ പോയാൽ ആ ഓട്ടോറിക്ഷ കാറ്റൊഴിച്ചു വിടുന്നു, പെട്രോളിന്റെ ടാങ്കിന്റെ പൈപ്പ് വലിച്ചു വിടുന്നു. ആരാണിതൊക്കെ? ഇതാണ് സ്ഥിതി. ഈ കൊള്ള സംഘത്തിനെ വിഹരിക്കാൻ, അവരെ സഹായിക്കാൻ, അവർക്ക് പിന്തുണ നൽകാൻ ഈ ജനത്തിന് സംരക്ഷണമേകുന്ന പോലീസിന്റെ ഒരു ചെറിയ വിഭാഗം അവരോടൊപ്പമുണ്ട് എന്ന യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തിന്റെ മുകളിലൂടെയാണ് കേരളം സഞ്ചരിക്കുന്നത്. അതിൽ നയം വ്യക്തമാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഇനിയിപ്പോ 2 ദിവസം കൂടി കഴിഞ്ഞാൽ അജിത് കുമാർ സ്ഥാനത്ത് നിന്ന് മാറും. അത് കയ്യൊട്ടി ആഘോഷിക്കാനൊന്നും നിൽക്കണ്ട. എന്താ മാറിയിട്ട് എന്ത് കാര്യം? അടുത്ത കസാരയിലേക്ക് കയറിയിരിക്കും. സസ്പെൻഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാനിപ്പോ ഈ കൊടുത്ത ഡോക്യുമെന്റ് തന്നെയുണ്ട്. അത് ഉണ്ടാകും എന്ന് നിങ്ങൾ ആരും കരുതണ്ട. ഇവിടെ ഈ വിഷയത്തിൽ നീതി പുലരും എന്ന് ഞാനിപ്പോൾ 52%, 51% സംശയിക്കുകയാണ്. ജനങ്ങൾ അതിശക്തമായ പോരാട്ടത്തിന് ഇറങ്ങിയില്ലെങ്കിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ കൈകളിലേക്ക് ഒരു ഫയലും എത്തൂല. സത്യസന്ധരായ കംപ്ലീറ്റ് ഓഫീസേഴ്സിനെ ശണ്ഡീകരിച്ചിരിക്കുകയാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ. ഈ നാടിനോട്, ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉള്ള, മനസാക്ഷിയുള്ള ഉദ്യോഗസ്ഥർ, വളരെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ തൊട്ട് SI റാങ്ക് വരെയുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥരിൽ മഹാഭൂരിപക്ഷത്തെയും ശണ്ഡീകരിച്ച് മൂലക്കാക്കിയിരിക്കുന്നു. വിരലിലുണ്ടാവുന്ന ഈ കൊള്ള സംഘത്തിന്റെ ക്രിമിനലുകളുടെ കയ്യിൽ പോലീസിനെ ഇട്ട് അമ്മാനമാടുമ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊന്നും അറിയില്ല എന്ന മട്ടിൽ കൈമലർത്തി ഈ വിഷയം ജനങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നവരെടുക്കുന്നേറെ വിരൽ ചൂണ്ടി കള്ളൻ എന്ന് വിളിക്കുന്ന അവസ്ഥാവിശേഷമാണ് നമ്മുടെ നാട്ടിൽ. അതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ഈ നാടിന്റെ, ഈ കോഴിക്കോടിന്റെ എല്ലാവിധ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ജനങ്ങളുടെയും ആത്മാർത്ഥമായ പിന്തുണ ആ പോരാട്ടത്തിന് ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ 2 വാക്ക് സംസാരിക്കാൻ വഴി തന്ന അല്ല, ഇതെന്താ പറഞ്ഞതെന്ന് വെച്ചാല് പല സ്ഥലങ്ങളിൽ നമ്മുടെ ഈ പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കറണ്ട് കട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ അതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല അങ്ങോട്ട്. അപ്പൊ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ വിഷയം ഇതാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഈ കാണുന്ന, ഞാൻ പറഞ്ഞില്ലേ, വളരെ മൈന്യൂട്ടായ പോലീസ് ചെറിയ ശതമാനമാണ്. ഇവിടെയൊക്കെ ഒരുപാട് സാധുക്കൾ കാക്കിയിട്ട് നിൽക്കുന്നുണ്ട്. കാരണം പോലീസുകാരോടൊന്നും നിങ്ങൾ ദയവായി അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. ഒരുപാട് പോലീസുകാർ നമുക്കറിയാം, വളരെ ചെറിയൊരു ശതമാനം അവരാണ് ക്രിമിനലുകൾ, അവരാണ് ഇതിന് പിന്നിൽ. ആ ഒരു കണ്ണുവെച്ച് ആ പൊതുസമൂഹത്തെ കാക്കിയണഞ്ഞവരെ നിങ്ങൾ കാണരുത്. ഈ നാടിന്റെ എല്ലാ ഘട്ടങ്ങളിലും, എല്ലാ ദുരന്തങ്ങളിലും, എല്ലാ നിപ്പയിലും, എല്ലാ കൊറോണയിലും ഈ ജനങ്ങളോടൊപ്പം നിന്നവരാണ് കേരളത്തിലെ പോലീസ്. നിങ്ങൾ മനസ്സിലാക്കണം. ആ പോലീസും കേരളത്തിൽ തന്നെയാണ്. ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള പോലീസും കേരളത്തിൽ തന്നെയാണ്. ലോകത്തിന് മാതൃകയായിട്ടുള്ള പോലീസും കേരളത്തിൽ തന്നെയാണ്. ഈ പറയുന്ന 2, 3, 5% വരുന്ന ഈ ക്രിമിനലുകളാണ് ഈ സമൂഹത്തെ മനുഷ്യർക്ക് വെറുക്കപ്പെട്ട വിഭാഗമാക്കി മാറ്റുന്നത്. അതുകൂടി നിങ്ങൾ ദയവായി തിരിച്ചറിയണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.